മച്ചന്മാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ട്രക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ ട്രക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇപ്പോൾ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും കുറേ പേര് എടുത്തു എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഒരു പോളും കാര്യങ്ങളും ഞാൻ വാട്സപ്പ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേർക്ക് കിട്ടിയെന്ന് പറയുന്നത്, കുറേ പേർക്ക് കിട്ടിയിട്ടില്ലെന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുള്ള രീതിയിലത്തെ ഫയൽസും കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തരംതിരിക്കാം, നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ഒരു പുതിയൊരു പെട്രോൾ പമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ പെട്രോൾ പമ്പിൻ്റെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എവിടെ ആയിട്ടാണ് വരുന്നതും അതെവിടെ കിട്ടുമെന്നും ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലംബോർഗിനി ഉറുസു കാറുകൾ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നേരെ ഞാനാണെങ്കിൽ ആ പെട്രോൾ സ്റ്റേഷൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് പോവാണ്, ഒരു പ്ലേസിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് പെട്രോൾ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പം ഈ ആഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മളൊരു പെട്രോൾ സ്റ്റേഷന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ആ സ്ഥലത്തിന് വേണ്ടി ഇപ്പം വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാവുന്നതാണ്. അപ്പം പെട്രോൾ സ്റ്റേഷൻ ആഡ് ചെയ്യുന്ന രീതി പറയുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് പുതിയൊരു ഐറ്റംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഒരു ഫീച്ചറും കാര്യങ്ങളും. അപ്പം നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുമ്പത്തെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കസ്റ്റം ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേർക്ക് അതിൻ്റെ പോസിറ്റീവ് റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്പറിനോട് നമ്മൾ സംസാരിച്ച് അങ്ങനത്തെ ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പം അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പെട്രോളിൻ്റെ സ്റ്റേഷനറി നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, നമ്മളിവിടെ ഓൾറെഡി ഒരു ബേസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റം എൻ പി സി എന്ന് പറയുന്ന ആ ഒരു ഇതാണ്, ആപ്പും കാര്യങ്ങളും ഓപ്പൺ ചെയ്യണം നമ്മുടെ ഫോണിൻ്റെ അകത്ത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഈ ഒരു ഓപ്ഷൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓപ്ഷന് കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കുറേ പേർക്ക് ഇപ്പോഴും അറിയാത്തവരുണ്ട്. അതുപോലെ തന്നെ കുറേ മണ്ടത്തരം കാണിച്ചവരും ഉണ്ട്, എന്നോട് വന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവർ മണ്ടന്മാരെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്, അവർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് പറ്റിയൊരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലിയർ ആക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇവിടെ സ്റ്റേഷനറി മറ്റേ പെട്രോൾ പമ്പിൻ്റെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ലിങ്കും കാര്യങ്ങളും. അപ്പം ആദ്യം എടുത്ത് ഞാൻ ബാക്ക് പോയിട്ടുണ്ട്. ബാക്ക് പോയി ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ആ ഒരു സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പെട്രോൾ പമ്പ് സ്റ്റേഷനറി കാര്യങ്ങൾ നമ്മൾ GTA 5 പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം എത്ര പേർക്ക് ഈ ഒരു പെട്രോൾ പമ്പ് സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ലിങ്കും കാര്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മാക്സിമം ഒരു 50 കമൻറ്റ്സ് ഇടുന്നതിനനുസരിച്ചിട്ട് 50 കമൻറ്റ്സ് ഇടുവാണെങ്കിൽ എല്ലാവരും കൂടെ, ഒരാൾ മാത്രം 50 കമൻറ്റ്സ് ഇടാതെ ഒരാൾ ഒരു കമൻറ്റ്സ് ചെയ്ത് അങ്ങനെ 50 പേര് കമൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പെട്രോൾ പമ്പ് സ്റ്റേഷനറിയുടെ ലിങ്കും കാര്യങ്ങളും നമ്മൾ എന്തായാലും പ്രൊവൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ കമൻറ്റ്സ് കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ സ്മോൾ ആണ് ചെയ്തേക്കുന്നത്, നമുക്ക് മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ സൈസും കാര്യങ്ങളും കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, മോഡ് ഓൺ ആക്കിയിട്ട് സൈസ് കാര്യങ്ങൾ കൂട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാർജ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയി ലിങ്ക് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഈ ഒരു ഐറ്റം സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. എത്ര പേർക്ക് സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് കുറേ പേർക്ക് ലിങ്കിൻ്റെ കാര്യത്തിൽ കുറേ ഡൗട്ട്സും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ലിങ്ക്സിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും വരുന്നത് ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ലിങ്ക്സും നമ്മുടെ പഴയ ലിങ്ക്സും കൂടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഴയ ലിങ്ക് ഇതിലോട്ട് ആഡ് ചെയ്താൽ നമുക്ക് വല്ലതും കിട്ടുമോ എന്ന് വെച്ചാൽ, പഴയ ലിങ്ക് ഗൂഗിൾ ഡ്രൈവ് ആണ്, ഇപ്പോൾ കിട്ടുന്നത് ഗൂഗിൾ ഡ്രൈവ് ആണ്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തൊരു ഫയലായിട്ടല്ലേ കിട്ടുന്നത്. അപ്പം അത് ആഡ് ചെയ്ത് ഇതിനകത്തോട്ട് നമുക്ക് ഈ കസ്റ്റം എൻ പി സി കൂടെ നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാനത് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വായിച്ചാൻ ശ്രമിക്കുകയാണ്. ആ 2 ലിങ്ക്സും 2 വെവ്വേറെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അതിന്. അപ്പം നമുക്കാണെങ്കിൽ ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് .glb എന്ന് പറയുന്ന സാധനമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അത് RGSൻ്റെ അത് വരുന്നത് .glb എന്ന് പറയുന്നത് ഒരു ഇതിലായിരിക്കും, ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് രീതിയാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ .fxb എന്ന് പറയുന്നൊരു സൈറ്റ് വഴിയായിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ വെച്ചാൽ ആ ഒരു ഇതന്നെ വെബ്സൈറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പം വെബ്സൈറ്റിൻ്റെ വ്യത്യാസം വരുമ്പം അതിൻ്റെ ടെക്സ്റ്ററിൻ്റെയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് കാര്യങ്ങളാവാനും ഭയങ്കര പാടാണ്. ഇപ്പം നമുക്ക് ആഡ് ചെയ്തേക്കുന്ന കസ്റ്റം NPCക്കകത്തോട്ട് നമുക്കിപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽ .fxb എന്ന് പറയുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് അതിൽ കിട്ടുന്ന ഫയൽസ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്തോട് അപ്ലോഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഫയൽസും കാര്യങ്ങളും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടില്ല.
അപ്പം അതിന് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പം അങ്ങനെ വേണമെന്നൊക്കെ ഉള്ളവർ കുറേ പേരുണ്ടായിരിക്കും. അങ്ങനെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു കസ്റ്റം ഫീച്ചറും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഡെവലപ്പറിനോട് സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ അത് ഉടനെ തന്നെ ഉണ്ടാവത്തില്ല, കുറച്ച് ടൈമും കാര്യങ്ങളും എടുക്കും, നല്ല ടൈം എടുക്കും അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ എനിക്കൊരു കസ്റ്റം NPC കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നല്ല ടൈമും കാര്യങ്ങളും എടുത്തായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി വേറെ ഗെയിംസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വന്നത് വേറെ മെത്തേഡിലായിരുന്നു. അത് കുറേ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കണ്ടിട്ട് കാണുമായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങളും ഇതേ കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്തതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും അതുപോലത്തെ ഒരു ഫീച്ചർ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കറൻ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചറിനകത്തോട്ട് നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ട്രക്ക് മാത്രമല്ല കുറേ ഐറ്റംസും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുതിയ ലിങ്ക്സ് ഏതൊക്കെയാണ്, ആ ലിങ്ക്സൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ലിങ്ക്സിൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ അറിയാൻ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻറ്റ്സിനനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ നമ്മുടെ എല്ലാ ലിങ്ക്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ വാട്സപ്പ് ചാനലായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിരുന്നാലേ നിങ്ങൾക്ക് പുതിയ ലിങ്ക്സും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. നമ്മൾ യൂട്യൂബിൽ ലിങ്കും കാര്യങ്ങളും ഇടുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ യൂട്യൂബിൽ ഒരു പോളിസി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് തേർഡ് പാർട്ടി ലിങ്ക്സും കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലിന് തന്നെ അത് മെയിൻ പ്രശ്നമായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേർഡ് പാർട്ടി ഈ ഫയൽസും കാര്യങ്ങളും നമുക്ക് എന്തായാലും ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒന്നിലും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളത്, നമ്മളിപ്പോൾ പുതിയ ഐറ്റംസിൻ്റെയൊക്കെ ഈ എടുക്കുന്നതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ചാനൽ ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ വല്ലതും കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഈ ട്രക്കിൻ്റെ എങ്ങനെയാണ് എടുക്കുന്നത്, ഈ ട്രക്കും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്ന രീതിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ട്രക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ നമുക്കിതൊരു ഫയൽ കാര്യങ്ങളായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ചീപ്പ് കോഡായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ചീപ്പ് കോഡായിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്നും ചീപ്പ് കോഡായിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അത് ലാസ്റ്റാണ്. അതിന് മുമ്പായിട്ട് നമുക്കിത് ലിങ്ക് വഴി നമുക്ക് ഈ ട്രക്കും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് കൊണ്ടുവരും. ആ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങൾ കോപ്പി ചെയ്യാം. ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്താൽ ഓപ്പൺ ലിങ്ക്, കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ കോപ്പി ലിങ്ക് എടുക്കണം. കോപ്പി ലിങ്ക് എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ഈ ക്രോമിൻ്റെ അകത്ത് വരണം. എന്നിട്ട് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മണ്ടയ്ക്ക് ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരും. അതിൽ ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആകും. ഇച്ചിരി KB MB എങ്ങാണ്ട് ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ഉള്ള പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾ ബാക്ക് പോകേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്തോട്ട് കയറാനാണ്. ഫയലും കാര്യങ്ങളും ഇവിടെ കിടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഗെയിമിൻ്റെ അകത്ത് കയറുക. എന്നിട്ട് നിങ്ങൾ നെറ്റ് കാര്യങ്ങൾ ഓഫ് ചെയ്യേണ്ടതാണ്. ഗെയിമിൻ്റെ അകത്ത് കയറുമ്പോൾ ഇല്ലെങ്കിൽ ആഡും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കയറിയ ശേഷം നമ്മളാണെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കസ്റ്റം NPC എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ആ കസ്റ്റം NPC കൂടെ എടുക്കേണ്ടതാണ്. അതിൽ കൂടെ നമ്മൾ ലാർജ് ആണോ വേണ്ടത്, സ്മോൾ ആണോ വേണ്ടത്, മീഡിയം ആണോ വേണ്ടത് നിങ്ങൾ സെലക്റ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇതിലാണ് മെത്തേഡിലാണോ വരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്ന് സെലക്റ്റും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കൂടെ എടുക്കാൻ പറ്റുന്നതാണ്. കറൻ്റ്ലി നമുക്കാണെങ്കിൽ നമുക്ക് 2 ട്രക്കും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിനകത്തുണ്ട്. നമ്മൾ ചീപ്പ് കോഡ് വെച്ച് 1212 എന്ന് നമ്മൾ കോഡ് ചെയ്താൽ നമുക്ക് മിനി ട്രക്കും അതുപോലെ സ്മോൾ ട്രക്കും ട്രക്ക് വിത്ത് ട്രോളി വരുന്നത് 0112 എന്ന് കോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് പുതിയൊരു ട്രക്കും കാര്യങ്ങളും വരാൻ പോകും. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ആ ട്രക്കിൻ്റെ ഒരു മോഡൽ കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ മോഡൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നത്. അപ്പം ആ ലിങ്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ വാട്സപ്പ് ചാനലിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ കയറി നിങ്ങളത് ലിങ്ക് കാര്യങ്ങൾ കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് FXB എന്ന് പറയുന്ന സൈറ്റിലാണോ കിട്ടുന്നത് നോക്കേണ്ടത്. .fxb എന്നാണെങ്കിൽ മാത്രമേ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങൾ കാര്യങ്ങൾ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വേണ്ടി കസ്റ്റം എടുത്തിട്ടുണ്ട്. ഫോണിൽ കസ്റ്റം എടുത്തതിന് ശേഷം നമുക്ക് ലാർജ് സ്മോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റാൻഡാണ് കൊടുത്തേക്കുന്നത്. സ്റ്റാൻഡ് കൊടുത്തു, ഞാനത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നാളെ സ്ക്രോളിലോട്ട് ചെയ്യാം. സ്ക്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ലിങ്ക് കാര്യം ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ ഫയലും കാര്യങ്ങളും എടുത്ത് നിങ്ങളുടെ ഒരു ഫോൾഡറിനകത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റിൻ്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് FBX ആണ് കേട്ടോ. ഞാൻ കുറേ വട്ടം FXB എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് തെറ്റാണ്. അത് എന്നോട് ക്ഷമിക്കേണ്ടതാണ്. എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, ബൈ മിസ്റ്റേക്കാണ്.
FBX ആണ് കേട്ടോ. FBX എന്തായാലും നിങ്ങൾ അത് എടുക്കേണ്ടതാണ്. ആ ലിങ്ക് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5-10 സെക്കൻഡ് സ്റ്റക്ക് ആവുന്നതായിരിക്കും. നിങ്ങളുടെ ഫോൺ സ്റ്റക്കായതിനു ശേഷം നിങ്ങൾ നനങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ട്രക്കല്ല എന്ത് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സ്മോളാണ് ആഡ് ചെയ്ത് സ്മോൾ ട്രക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മോഡ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിത് സൈസ് കാര്യങ്ങളൊക്കെ കൂട്ടാവുന്നതാണ്. അപ്പം ഇത് എത്ര പേർക്ക് ഈ ഒരു ട്രക്കും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളും ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ട്രക്ക് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവരും ഇപ്പോഴും വിചാരിച്ചിരിക്കും നമുക്ക് ഈ സാധനം കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് കാർസ് ആയാലും ബൈക്സ് ആയാലും എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ഫീച്ചറും കാര്യങ്ങളും ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും കൊണ്ടുവന്നെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ കൊണ്ടുവന്നിട്ടില്ല. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീച്ചറും കാര്യങ്ങളും വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങൾ കമൻസ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഫീച്ചറും കാര്യങ്ങളും. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഐറ്റംസും കാര്യങ്ങളും നമ്മുടെ ഗെയിമിനകത്തോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്തതിന് എങ്ങനെ ഇരിക്കും എന്ന് കാണണമെന്ന് കുറേ പേര് അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും കാര്യമാണ്. അങ്ങനെയാണ് നമുക്കിപ്പോൾ കറണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒറിജിനൽ ട്രക്ക് ഓടിക്കുന്ന ട്രക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അങ്ങനത്തെ ഒരു ഫീച്ചറും കാര്യമാണ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഓരോരോ ഫയൽസും കാര്യമാണ് പുതിയ ഇതുപോലത്തെ കുറേ ഫയൽസും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓരോ ക്യാരക്ടറിൻ്റെ ഫയല്, അതുപോലെ തന്നെ ഓരോ വണ്ടിയുടെ ഫയല്, ഓരോ ഇതിൻ്റെയൊക്കെ ഫയല് പുതിയതായിട്ട് ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫയൽസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ വന്ന് കമൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തായാലും അതിൻ്റെ വീഡിയോയും അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പ് ചാനൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ എൻ്റെ ചാനലും കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യം നമ്മൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ അതുകൂടെ കമൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മളതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനുള്ള വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് നമ്മൾ എന്തായാലും ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക. അതൊരു